ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് RDX എന്ന മൂവിയിലെ നീരജ് മാധവൻ്റെ ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ ഈ ഒരു മൂവിയിലെ ഡ്രോയിങ് ചെയ്യാമെന്ന് ഇങ്ങനെ 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്തെ 3 പേരെ ഒന്നിച്ച് വരയ്ക്കാമോ എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3 പേരെ നമുക്കൊരു പേപ്പറിൽ വരയ്ക്കുമ്പം അതിനുള്ളൊരു സ്പേസ് കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആരെങ്കിലും ഒരാളെ വരയ്ക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നീരജ് മാധവൻ്റെ ഡ്രോയിങ് ചെയ്യാമെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി ഈ ഒരു ഫോട്ടോനെ സെലക്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പാർട്ട് 1 ആയിട്ട് ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാവിടേക്കും നമ്മൾ അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. പിന്നെ ഈ ഒരു ഗ്രിഡ് ലൈൻസ് വരയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വരയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം സെയിം ആയിട്ട് ഈ ഒരു രീതി തന്നെയാണ് വരച്ച് പോകാറ്. പിന്നെ നിങ്ങൾ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുമ്പം നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം വരയ്ക്കുക. അപ്പോൾ മിക്കവർക്കും തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ് കണ്ണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ആദ്യം ചെറുതായിട്ട് കണ്ണൊന്ന് വരച്ച് നോക്കിയിട്ടുണ്ട്. കാരണം ഈ ഒരു ഫോട്ടോ എന്ന് പറയുമ്പം ഫുൾ സൈസ് ഫോട്ടോയാണ്. അപ്പം ഏകദേശം നമുക്ക് വരയ്ക്കുമ്പം ഫേസ് ചെറുതായിട്ടായിരിക്കും അതിൻ്റെ അകത്ത് തോന്നുന്നു, അതായത് വരയ്ക്കാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കണ്ണൊക്കെ ഉൾക്കൊള്ളിച്ച് വരയ്ക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. മിക്കവിടെയൊക്കെ നമ്മൾ ചെയ്തേക്കുന്ന ഫേസ് മാത്രമുള്ള ഡ്രോയിങ്ങാണ് കൂടുതലും ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ അതല്ല, നമുക്ക് കുറച്ചുകൂടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് വരയ്ക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കൈ അങ്ങനെയൊക്കെ വരയ്ക്കുമ്പം നമുക്ക് ഫേസ് കുറച്ചുകൂടെ ചെറുതാക്കി വരയ്ക്കാനേ പറ്റത്തുള്ളൂ A4 ആകുമ്പോൾ. അപ്പം അത് മനസ്സിലാക്കി നിങ്ങൾ വരയ്ക്കുക. അപ്പം ഈ ഒരു പാർട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 നമുക്ക് വലിയ താമസിക്കാതെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ പാർട്ടും കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ എന്നോട് ചോദിക്കാം. മെസ്സേജായിട്ട് എന്നോട് ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജായിട്ട് ചോദിക്കാം. ഇപ്പോൾ ഒരുപാട് പേരുടെ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് മെസ്സേജായിട്ട്. പിന്നെ 2-3 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ വോയിസ് കൊടുക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസമെല്ലാം മഴയായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ, നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഞാൻ വോയിസ് കൊടുക്കാതെ പറമ്പിലൊക്കെ പോയിരുന്നിട്ടാണ്, അതായത് നമുക്ക് വീട്ടിലിരുന്ന് വോയിസ് കൊടുക്കാനുള്ളൊരു സിറ്റുവേഷൻ അല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാഞ്ഞത്. കാരണം നമുക്ക് പറമ്പിൽ പോയിരിക്കാനുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു, മഴയായിരുന്നുകൊണ്ട്.
അപ്പോൾ ഈ ഒരു ഔട്ട്ലൈൻ്റെ പാർട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, അപ്പോൾ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വലിയ താമസിക്കാതെ തന്നെ നമുക്കിതിൻ്റെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും.